എടുത്തുചാട്ടം, അതാ അയാളുടെ പ്രശ്നം. എന്തെങ്കിലും ഒരു കാര്യം പറയുകയോ ചെയ്യുന്നതിന് മുമ്പ് ഒന്ന് ആലോചിക്കുക, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് പറയുമ്പോൾ. ഞാൻ എന്തോന്നാ പറഞ്ഞേ? എന്തോന്നാ പറഞ്ഞ ഇയാള്? ഹെർ ഔട്ട്സൈഡ് ബാഡ് ബട്ട് ഇൻസൈഡ് ഗുഡ്. ഷോ, ദൈവത്തെ ഓർത്തിയാൽ ഇംഗ്ലീഷ് പറയല്ലേ. പിന്നെ ആരിഷാരോട് മലയാളത്തിൽ പറയാൻ പറ്റുമോ? ആ അച്ഛനെ ഞാൻ പറഞ്ഞത് മനസ്സിലായല്ലോ. അച്ഛൻ ചിരിക്കുന്നുണ്ടായിരുന്നു. ഇയാൾ എന്ത് പറഞ്ഞാലും അച്ഛൻ ചിരിക്കാത്തെ? പൊട്ടത്തരമല്ലാതെ ഇയാൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഹെർ ഇൻസൈഡ് ഗുഡ്. ഇയാളെന്താ അവരുടെ ഇൻസൈഡ് കണ്ടിട്ടുണ്ടോ? ആ സ്ത്രീ ഒരു നല്ല മനുഷ്യത്തിയാ, കാഴ്ചയ്ക്ക് സുഖമില്ലെങ്കിലും. അതേ ഉദ്ദേശിച്ചുള്ളൂ. ഇയാളോട് അതിനോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചോ? അഭിപ്രായം പറയപ്പോൾ ചോദിക്കണമെന്നുണ്ടോ? ചോദിച്ചാൽ കൂടി ഇയാൾ അഭിപ്രായം പറയണ്ട, മനുഷ്യനെ നാണം കെടുത്താനായിട്ട്. ഞാൻ പറയണില്ല. ഞാൻ പറയണില്ല, ഞാൻ മിണ്ടണില്ല, ഞാൻ ഒരു അക്ഷരം മിണ്ടില്ല. ഇയാളെ കണ്ട അന്ന് മുതൽ കേൾക്കുന്നത്. മനസ്സിൽ വരുന്ന കാര്യം പറയാതെ മറച്ചു വെക്കുന്നത് കള്ളത്തരാ. അത് ഞാൻ പഠിച്ചിട്ടില്ല. അപ്പൊ ഞാൻ കള്ളത്തരം കാണിക്കുന്ന ഇയാൾ പറഞ്ഞില്ല. പിന്നെ ഇയാൾ ഇപ്പൊ എന്താ പറഞ്ഞേ? അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചേ. പിന്നെ എങ്ങനെ ഇയാൾ പറഞ്ഞേ? മനസ്സിൽ വരുന്ന കാര്യം തുറന്നു പറയുന്നത് തെറ്റല്ല, അത്രേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ഇയാൾ എന്നെ തെറ്റ് ശരിയും പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കെ? ഞാൻ വായ മൂടിയിരുന്നോളാം, പോരെ?
ആ പെങ്കൊച്ചിനെ കയറി പിടിച്ചു. അടിക്കണ അവനെ. എന്തേ? ഒന്നുമില്ല. ഹലോ, നിങ്ങളാരാ? പിന്നെന്തിനാ ഇപ്പോൾ വിളിച്ചത്? ക്ഷമിക്കണം, ഞാൻ കുറച്ച് ബിസിയാണ്. ആരാ? ആ ഒരു പെങ്കൊച്ച് ഇന്നലെ വിളിച്ചു 2 തവണ. ഇതിത്ര സീരിയസ് ആയ ഒരു ഇഷ്യൂ ആണോ? അല്ലെങ്കിൽ നിനക്ക് നാശം. ഈ കത്തയച്ച ആളുടെ കണ്ണിൽ മുതിർന്നവരെ ചേട്ട എന്ന് വിളിക്കാത്തത് ഒരു രോഗലക്ഷണമാണ്. വെറും രോഗമല്ല, പകർച്ചവ്യാധി. ഓ, എനിക്ക് വേണ്ടി ഉണക്കറൊട്ടി. പിന്നെ ഞാൻ അമ്മയ്ക്ക് ചപ്പാത്തി ഉണ്ടായിക്കൂടെ? ഇന്ന് കോളേജിൽ പോകുന്നില്ലേ? ഉണ്ട്, പോവാ. ഒത്തിരി ലേറ്റ് ആയല്ലോ. I just want to see you. What's wrong? That's what I wanted to ask you. You haven't been answering my calls lately. ഞാൻ കുറച്ച് ബിസിയാണ്. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്. I want to spend time on. Like what? I cannot tell you, Noel. എനിക്ക് സമയമില്ല. ബസ്സിൽ പോരും. ഓക്കെ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നാട്ടിൽ പോകണം പോലും പുള്ളിക്കാരുടെ മമ്മിക്ക് സുഖമില്ലെന്നാണ് പറയുന്നത്. സീരിയസ് ആയിട്ട് നിങ്ങൾ സുഖമാണോ? അങ്ങനെയൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. Is there something wrong? I don't know. Why don't you talk to her? Talking doesn't work with them. കല്യാണം കഴിച്ചാലേ അത് മനസ്സിലാവുള്ളൂ. We'll try to talk to her. എപ്പോ? നാളെ. Try to avoid your philosophy talk. സിമിലാരിറ്റി ഉള്ളത് മനുഷ്യ സ്ത്രീയും പുരുഷനും തമ്മിൽ. എന്നാലും മനുഷ്യ സ്ത്രീയും ഒരു ഫീമെയിൽ ചിമ്പാൻസിയും തമ്മിലുള്ള സിമിലാരിറ്റി 99.8% ആണ്. പുരുഷനും സ്ത്രീയും വളരെ വ്യത്യസ്തരാണ്. സ്ത്രീ ഒരു വികാരജീവിയും പുരുഷനൊരു വിചാരജീവിയുമാണ്. ഞാൻ നാട്ടിൽ പോകുന്ന മമ്മിക്ക് സുഖമില്ലാഞ്ഞിട്ടാ. ടിക്കറ്റും പാസ്പോർട്ടും ഒക്കെ എടുത്തല്ലോ അല്ലേ? പറ്റുമെങ്കിൽ പാസ്പോർട്ട് നാട്ടിൽ ചെന്നിട്ടൊന്ന് റിന്യൂ ചെയ്തു.
What's wrong? I don't know. എനിക്കറിയില്ല. I just ഓടിപ്പോവാൻ തോന്നുന്നു എങ്ങോട്ടെങ്കിലും. Look. I want to be free. Freedom from me? Freedom from everything. Do you find me boring? Yes, I do. I'm sorry. You're very straightforward, but I'm not yet European enough to appreciate that. You are not a Malayali? No, I'm not. I'm something in between. Neither are you. അല്ല, ഞാനൊരു മലയാളിയാണ്. I love you. I always will. ചേച്ചി ഉണ്ടോ? ഇല്ല. ഞാൻ അകത്തേക്ക് വന്നോട്ടെ? ഇരിക്കേ. കുടിക്കാൻ എന്തെങ്കിലും? വേണ്ട. ക്വസ്റ്റ്യൻ നമ്പർ 1. രക്തബന്ധുക്കളല്ലാത്ത സ്ത്രീയും പുരുഷനും തമ്മിൽ ഏറ്റവും ദൃഢമായ ബന്ധം ഏതാണ്? ഞാനൊരു ക്വസ്റ്റ്യൻ ഫിൽ ചെയ്യാൻ വന്നതാ, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടി. രസമുള്ള 3 ചോദ്യങ്ങളാണ്. ക്വസ്റ്റ്യൻ നമ്പർ 2. ഒരു സ്ത്രീയുടെ മുഖഭംഗിയാണോ ശരീരഭംഗിയാണോ കൂടുതൽ ആസ്വാദ്യകരം? ക്വസ്റ്റ്യൻ നമ്പർ 3. സ്ത്രീകൾ മാത്രമുള്ള ഒരു ദ്വീപിൽ ജീവിതകാലം മുഴുവൻ കഴിയാൻ സാധിക്കുമോ? ഇയാൾ എന്തിനാ ഫോൺ വിളിച്ച് എന്നെ എപ്പോഴും ശല്യം ചെയ്യുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 1. രക്തബന്ധുക്കളല്ലാത്ത സ്ത്രീയും പുരുഷനും തമ്മിൽ ഏറ്റവും ദൃഢമായ ബന്ധം ഏതാണ്? മൊത്തം നോക്ക്. ഞാൻ പോകുന്നു. ഫോൺ കോളുകൾ നിർത്തിക്കോ കേട്ടോ, ഇല്ലെങ്കിൽ എനിക്ക് പപ്പയോട് പറയേണ്ടതായിട്ട് വരും. ഒരു ഉപകാരം ചെയ്യാമോ? വിരോധമില്ലെങ്കിൽ രാവിലെ സിറ്റിയിലേക്ക് എനിക്കൊരു ലിഫ്റ്റ് തരുമോ? ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ചേട്ടൻ പോകുന്ന കാണാറുണ്ട്. ആലോചിക്കാം. എന്താ ഇത്ര ആലോചിക്കാൻ? ഇറ്റ്സ് ജസ്റ്റ് എ ലിഫ്റ്റ്. ഓക്കെ, ഞാൻ രാവിലെ 8:30 പുറപ്പെടും. താങ്ക്സ്. ചേച്ചി നാട്ടിലാണോ? എന്നാ വരിക? തീരുമാനിച്ചില്ല. അപ്പോൾ ഒറ്റയ്ക്കാണ് ജീവിതം. ബോറടിക്കില്ലേ? ഇല്ല. സമയം കളയാൻ എന്ത് ചെയ്യും? സമയം കളയാനില്ല. വൈകുന്നേരം തിരിച്ച് ലിഫ്റ്റ് വരുമോ? നോക്കട്ടെ. താങ്ക്സ്. ഞാൻ നോക്കട്ടെ എന്നാണ് പറഞ്ഞത്. അതിനാ താങ്ക്സ് പറഞ്ഞത്. എന്തിനാ ഇത്ര ദേഷ്യം?
പപ്പ എങ്ങനെ വീട്ടിൽ ഒരു അതോറിറ്റേറിയൻ ടൈപ്പാണോ? ഏയ് അല്ല, പപ്പ തീരെ പാവാ. എങ്കിലും എല്ലാ കാര്യങ്ങളും നാട്ടിലെ പോലെ വേണമെന്ന് വാശി പിടിക്കുന്ന ഒരാൾ. ജനിച്ചു വളർന്ന സംസ്കാരം മുറുകെ പിടിക്കുന്ന ആളാ. മുതിർന്നവരെ ചേട്ടാന്ന് വിളിക്കണം. ഞാൻ ചേട്ടനാ വിളിക്കുന്നത്, രാഹുൽ ചേട്ടൻ. വേണമെങ്കിൽ പേര് വിളിച്ചോളൂ. അയ്യോ വേണ്ട. പപ്പയുടെ മോളാണ്. മോളും നോയലും തമ്മിൽ അടുപ്പത്തിലാണെന്ന് പലരും പറയുന്നുണ്ട്. അവരൊരേ പ്രായത്തിലുള്ളവരല്ലേ, കൂട്ടായെന്നിരിക്കും. ചുമ്മാ കൂട്ടൊന്നുമല്ല. എന്ന് നിന്നോട് ആരാ പറഞ്ഞ്? അവനൊരു നല്ല പയ്യനാ. നമ്മുടെ മോള് തെറ്റിലൊന്നും വീഴില്ല, അതെനിക്കറിയാം. തെറ്റിൽ വീഴാതിരിക്കണമെങ്കിൽ ദൈവത്തെ പേടി ഉണ്ടാവണം, ദൈവവിശ്വാസം ഉണ്ടാവണം. ഞാൻ തുറന്നോളാം. പ്രയർ ഗ്രൂപ്പിൻ്റെ ആൾക്കാരാ, ഞാൻ പറഞ്ഞിട്ട് വരുന്നതാ. എന്തിനാ അയാളോട് വരാൻ പറഞ്ഞ? ഒരു ദിവസം ഇവിടെ പ്രയർ വെച്ചെന്ന് കരുതി ഇവിടെ ഇടിഞ്ഞു വീഴതൊന്നുമില്ല. ഇത് നമ്മൾ പലതവണ സംസാരിച്ചിട്ടുള്ള വിഷയമാണ്. തമ്പിച്ചാൻ അയാളോടൊന്ന് പറഞ്ഞ് സംസാരിക്കേ. എനിക്ക് ആരോടൊന്നും സംസാരിക്കാനില്ല. ആ, നിങ്ങളാണോ? എന്തേ, വേറെ ആരെങ്കിലും പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നോ? ഞാൻ സഖാവില്ലേ? ഉണ്ട്, ബിസിയാ. അകത്തെന്തോ എഴുതിക്കൊണ്ടിരിക്കുക. എന്നാൽ ഞങ്ങൾ പിന്നെ വരാം. നിക്ക് നിക്ക് നിക്ക്, അവര് പോട്ടെ. അവരാരാ? പതുക്കെ പറ. അവരാരാ? അവര് മറ്റേ ചുമരക്കൊടിയുടെ ആൾക്കാരാ. മർത്തോമക്കാരാ? ഛേ, മാർത്തോമക്കാർക്ക് ഇവിടെ നിന്ന് ചുമന്നുകൂടി. മാർക്സിസ്റ്റുകാരാ. ആഹാ, അവർക്കെന്താ ഇവിടെ പരിപാടി? ഇവിടുത്തെ ചേട്ടനല്ല അവരുടെ പ്രധാന ആള്. ആഹാ, നേതാവാണ്. പിന്നെ ഒരു കാര്യം, സംസാരമെല്ലാം ഞാൻ ചെയ്തോളാം, ഒരു അക്ഷരം വേണ്ടിയേക്കരുത്. ഓ, അകത്ത് കയറി വാതിലടച്ചപ്പോൾ ഞാൻ വിചാരിച്ചു ശല്യം ചെയ്യുന്ന ഇഷ്ടമില്ലായിരിക്കും. അവർ പിന്നെ വരാമെന്നും പറഞ്ഞാ പോയത്. നമസ്കാരം. നമസ്കാരം. നമ്മൾ മുമ്പ് കണ്ടിട്ടുണ്ട്, പരിചയപ്പെട്ടിട്ടില്ല. ഞാൻ ഏലിയാസ്, ഇത് കോശി. വാ, അകത്തേക്ക് കയറി വാ. വാ. സാറ് പറഞ്ഞ അതിൻ്റെ ശരി. വേറൊരു കാര്യം, സമൂഹത്തിൽ വ്യക്തികൾ തമ്മിലുള്ള സ്നേഹബന്ധം ഇല്ലാതായി വരികയാണ്. എല്ലാവരും ഒറ്റയ്ക്ക് വീട്ടിലടച്ചിരുന്ന് അവനവൻ്റെ കാര്യം നോക്കുന്ന ഒരു രീതി. നമ്മുടെ നാട്ടിലെ സിറ്റികളിലൊക്കെ ഇപ്പം ഇങ്ങനെയാ രീതി. ശരിയാ, എല്ലാത്തിലും സ്വാർത്ഥത. പാശ്ചാത്യ സംസ്കാരത്തിൻ്റെ ഒരു കടന്നുകയറ്റം കൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? അത് പിന്നെ പറയാനുണ്ടോ? നമ്മൾ ഈ സായിപ്പിനെ പോലെ ആകാൻ നോക്കുന്ന എല്ലാത്തിനും കാരണം അത് ഈ സാറ് എപ്പോൾ സമ്മതിച്ചു എന്ന് ചോദിച്ചാൽ മതി. കമ്മ്യൂണിസ്റ്റുകാരനല്ലേ? എവിടെ പോയതാ? ഞാൻ ഇവിടെ വാ, കേറിക്കാ, ചോദിക്കട്ടെ. വാന്ന്. ഞാനിവിടെ മഹേശ്വരൻ്റെ വീട്ടിൽ വന്നതാ. ഓ, തൊപ്പിക്കാരൻ്റെ വീട്ടിൽ. ആ, 24 മണിക്കൂറും തലേന്ന് തൊപ്പി ഊരാത്ത ടീമല്ലേ? ഓ യാ യാ, മറ്റേ പാമ്പ്. അത് തന്നെ. എന്തോ അവിടെ പരിപാടി? ഞാനവിടെ ഒരു റീസെർച്ച് ക്വസ്റ്റ്യനർ ഫിൽ ചെയ്യാൻ വന്നതാ. എന്തോന്ന്? ഓ, ആ മറ്റേ ചോദ്യങ്ങൾ, 3 ചോദ്യങ്ങൾ. യെസ്. യെസ്. മലയാളം അങ്ങോട്ട് എടുത്തല്ലേ? മലയാളം ആദ്യം പഠിച്ചിട്ടില്ല. എത്ര ആളാണ് ഇവിടെ? ഇവിടെ 5 years, but I was born and brought up in Delhi. എന്തോന്ന്? ജനിച്ചതും വളർന്നതും ഒക്കെ ഡൽഹിയിലാ, ഹിന്ദിക്കാരനാ.
തെറ്റും ശരിയും ആപേക്ഷികമാണത്രേ. ഒരു രാജ്യത്തിൻ്റെ ശരി മറ്റൊരു രാജ്യത്തിന് തെറ്റാകാമത്രേ. ഒരു 50 വയസ്സുകാരൻ്റെ ശരി 20 വയസ്സുകാരന് തെറ്റാകാം. എൻ്റെ ശരി എൻ്റെ മകൾക്ക് ശരിയല്ലെന്നാവുമോ? ഈ ലോകം എങ്ങോട്ടാണ് ഈ പോക്ക്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ, നിങ്ങൾ തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ ഒരാൾക്കൊരു ഉപകാരം ചെയ്തു കൊടുത്തത് അവസാനമായി എപ്പോഴായിരുന്നു? നിങ്ങൾക്ക് ആത്മസുഹൃത്തുക്കൾ എന്ന് വിളിക്കുന്നവർ എത്ര പേരുണ്ട്? അവൻ എത്ര പേരുണ്ട്? ആർക്ക്? തൊപ്പിക്കാരനെ. ഓ, ചേട്ടനില്ലായിരുന്നു. പിന്നെ ചേച്ചിയോട് ചോദിച്ചു. അടുത്ത ചോദ്യം വരും. ലാസ്റ്റ് വൺ ഈസ്, നിങ്ങളുടെ ആത്മസുഹൃത്തിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കാൻ നിങ്ങൾ നിങ്ങളുടെ ജീവൻ അപായപ്പെടുത്തുമോ? ഇയാളുടെ ആത്മസുഹൃത്ത് ആരാ? അഞ്ജലി എന്ത് സുഹൃത്താ? അഞ്ജലിയുടെ ജീവൻ രക്ഷിക്കാൻ ഇയാളുടെ ജീവൻ അപായപ്പെടുത്തുമോ? ഒന്നും മിണ്ടുന്നില്ലല്ലോ. എന്നാ ചെല്ല. ആ പിന്നെ ഈ ആണുങ്ങളില്ലാത്ത നേരത്ത് വീട്ടിലുള്ള അധികം റിസർച്ച് അതത്ര നല്ല സ്വഭാവമല്ല. അതങ്ങ് നിർത്തിയേര് കേട്ടോ. മോളെ, ഞാനിവിടെ ഉണ്ട് പപ്പ. നീ ഭക്ഷണം കഴിച്ചോ മോളെ? കഴിച്ചു. എം ടിയുടെ കഥകളുടെ കളക്ഷൻ എന്തി? അത് ഒരാൾ ഇന്നലെ കൊണ്ടുപോയില്ലേ? അത് നീ വായിച്ചല്ലായിരുന്നു അത്? ഇന്ന് നീ പുറത്തൊന്നും പോയില്ലേ മോളെ? ഇല്ല. നോയലെ ഇപ്പോൾ ഇങ്ങോട്ടൊന്നും കാണാറില്ലല്ലോ. ബിസി ആയിരിക്കും. മോളെ, ആത്മനിയന്ത്രണം ഒരു ശീലമാണ്. ഓരോ തവണ അതിൻ്റെ പിടിവിടുമ്പോഴും ശക്തി ക്ഷയിച്ചു വരും. എനിക്കെൻ്റെ കുട്ടിയെ വിശ്വാസമാണ്, 100%. തെറ്റും ശരിയും വിവേചിച്ചറിയാനുള്ള കഴിവ് ഒരിക്കലും മോള് കൈവിടില്ല എന്നും എനിക്കറിയാം. പപ്പയ്ക്ക് ചോറെടുക്കട്ടെ? ഇപ്പം വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. Do you know anybody who received a letter like this? No. 150 people done. Why are you doing this secretly? If people knew I am behind this questionnaire, I wouldn't get the same information as I have now. Your pay. Thank you. നന്മ എപ്പോഴും കാക്ഷിക്കുന്നത് അവരൻ്റെ സന്തോഷമാണ്, സ്വന്തം നിലനിൽപ്പല്ല. സമൂഹത്തിൻ്റെ നിലനിൽപ്പാണ് വലുതെന്ന് മനുഷ്യനെ എങ്ങനെ ചിന്തിപ്പിക്കും? സീമ അന്ന് ചോദിച്ചില്ലേ, അതിനുള്ള ഉത്തരം നല്ല വ്യക്തമായിട്ട് മുമ്പിൽ കിടപ്പുണ്ട്. അധികം ചികയൊന്നും വേണ്ട. ദേ മുമ്പിൽ തന്നെ കിടപ്പുണ്ട്, യോഹന്നാൻ 8:6. ഏതാന്ന് മനസ്സിലായില്ലേ? ഈ ഫ്രിഗിങ് പിഗ് എന്ന് പറഞ്ഞാൽ എന്താ? സ്വന്തം പുത്രനെ ബലി നൽകാൻ തക്കവിധം പിതാവ് തൻ്റെ ജനത്തെ അത്രമാത്രം സ്നേഹിച്ചു. പുത്രനേക്കാളേറെ പിതാവ് സ്നേഹിച്ചത് നമ്മളെയാണ്. ഫ്രിഗിങ്ങോ? ആ, ഫ്രിഗിങ് പിഗ് എന്തോ തെറിയ. പിഗ് പന്നി, ഫ്രിഗിങ്
ആരാ തെറി വിളിച്ചേ? ഏയ് നന്മയുടെ ഉറവിടമാണ് ദൈവം. അയർലൻഡിൽ ഇനി ആരുടെയെങ്കിലും തെറിയേക്കാൻ ബാക്കിയുണ്ടോ? തൊഴിലാളി വിയർപ്പൊഴിക്ക് ജീവിക്കുന്നവനാ. അവൻ്റെ ഏറ്റവും വലിയ ശക്തി കായിക ബലമാ. സമാധാനപരമായി ഇവിടെ ഒരു വിപ്ലവം ഉണ്ടായിട്ടില്ല. ഇന്നത്തെ കാലത്ത് ഇത് എത്രത്തോളം പ്രായോഗികമാണ് സഖാവി? ഇതാണ് കുഴപ്പം. സഖാവ് ഒരു കാര്യം പറയും. സഖാവിൻ്റെ പുത്രി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഒരു ഐറിഷുകാരൻ ബോയ് ഫ്രണ്ടിനോടെ താമസിക്കാൻ തീരുമാനിച്ചാൽ സഖാവ് എന്ത് ചെയ്യും? കുട്ടികളെ കർക്കശമായ ചിട്ടയെ തന്നെ വളർത്തണം. ഒരു കാരണവശാലും ഇവിടുത്തെ സംസ്കാരത്തിന് അവരെ വിട്ടുകൊടുക്കാൻ പാടില്ല. നമ്മുടെ സംസ്കാരത്തിൻ്റെ മേന്മകളെക്കുറിച്ച് ആളുകളെ അവബോധമുള്ളവരാക്കണം. How long are you married? 2 years? About 2 years now. ബിസിനസ്സിലെ പ്രശ്നങ്ങളാണോ കാരണം? മേ ബി ഷി വാണ്ട്സ് സെറ്റിൽ ഇൻ ഇന്ത്യ. നാട്ടിൽ നിൽക്കുന്നതേ ഇഷ്ടമില്ലാത്ത ആളാണ്. ബട്ട് നൗ സിറ്റുവേഷൻ മാറിയില്ലേ? മമ്മിക്ക് സുഖമില്ല. ഓൾ റോങ് സിഗ്നൽസ്. ഈ ആഴ്ച ഇപ്പോൾ ഇതുവരെ വിളിച്ചിട്ടേ ഇല്ല. ഇയാൾക്ക് വിളിച്ചുകൂടെ? 2-3 പ്രാവശ്യം അങ്ങോട്ട് വിളിക്കുമ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും തിരിച്ചൊന്ന് വിളിച്ചൂടെ? കുറച്ച് നാളായിട്ട് മനഃപൂർവ്വം ഒരകലം. ഷീ ക്രിയേറ്റഡ്. ഷീ സീംസ് ടു ഹാവ് പ്ലാൻ വിച്ച് ഡസൻറ്റ് ഇൻക്ലൂഡ് മീ. ബിസിനസ് പൊളിയുവാന്ന് മനസ്സിലായിട്ടുണ്ടാവും. Bloody bitch. Don't get too much. No. You don't know her. തമ്പിച്ചേട്ടനല്ല കത്തയച്ചത്. എങ്ങനെ അറിയാം? പുള്ളിയെ ചെയ്യാൻ വഴിയില്ല. പക്ഷെ കുറച്ച് നാളായിട്ട് ആരൊക്കെ എന്തൊക്കെയോ റിനിയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഗുഡ് മോർണിംഗ്. Come on. എത്ര രൂപ കുടിക്കണം പിറ്റേന്ന് രാവിലെ മണം ഉണ്ടാകണമെങ്കിൽ? അയ്യോ, അങ്ങനെ മണക്കുന്നു എന്ന് പറയാൻ ഉദ്ദേശമല്ല. എനിക്കിഷ്ടമാണ് ഈ മണം. ഒരുതരം സെക്സി മണം. ഇയാൾക്ക് ലിഫ്റ്റ് തരുന്നതെന്ന് വെച്ചാൽ സുഖിപ്പിരൊന്നും വേണ്ട. അങ്ങനെ സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊന്നുമല്ല. അല്ലെങ്കിൽ തന്നെ ഒരു ലിഫ്റ്റ് കിട്ടുന്ന ഇത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഇവിടുന്ന് ഒരുപാട് പേര് രാവിലെ സിറ്റിയിലേക്ക് പോകുന്നുണ്ടല്ലോ. അവരോടൊന്നും ഞാനിതൊരു ലിഫ്റ്റ് ചോദിച്ചിട്ടില്ല. അതെന്തേ? ഒരു ലിഫ്റ്റ് വേണമെന്ന് തോന്നിയത് ഇപ്പോഴാണ്. പിന്നെ വണ്ടി കണ്ടപ്പോൾ തോന്നിയതാണോ? വണ്ടിയല്ലല്ലോ, ഡ്രൈവറല്ലേ ലിഫ്റ്റ് ആയിരുന്നു. അത് വളരെ ശരി. ശരിക്കും ഇയാൾക്ക് എന്താണ് വേണ്ടത്? എന്തോ തീരുമാനിച്ചുറച്ചിറങ്ങിയിരിക്കുന്നത് പോലെ. എനിക്കൊന്നും വേണ്ടേ. ഞാൻ പറഞ്ഞു വന്നപ്പോൾ പറഞ്ഞേ ഉള്ളൂ. പിന്നെ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുതന്ത്രം സ്ത്രീകളുടെ ഒരു ജന്മവാസനയാണല്ലോ. അതെന്താ അങ്ങനെ പറഞ്ഞത്? നിരീശ്വരവാദികളെക്കാൾ കഷ്ടമായി ഈ സാധനം. നല്ല സ്യൂട്ടും കോട്ടും ഇട്ട ഐറിഷുകാർ പിള്ളേരൊന്നുമല്ല അവര്, അമേരിക്കക്കാർ പിള്ളേരാ. വീട്ടിൽ കയറ്റരുത്. ബുക്ക് ഓഫ് മോർമോൺ നേരെ കൊണ്ടുവന്ന് ചവറ്റോട്ടിലിടുക. മനസ്സിലായോ? അല്ല, ഇയാളെന്തിനാ ഇതും പൊക്കി പിടിച്ച് നടക്കുന്നേ? ഞാൻ മാഷിനോട് ചോദിക്കാൻ കൊണ്ടുവന്നാ. അവര് പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലായില്ല. നമ്മുടെ രാഹുലില്ലേ, ബിസിനസ്സുകാരൻ, ഭാര്യയുമായിട്ട് പിരിയാൻ പോകാത്രേ. ഡൈവോഴ്സ് ഫയൽ ചെയ്തെന്നാ കേട്ടത്. പുള്ളിനെ പള്ളിയിലൊന്നും കാണാറില്ലല്ലോ. കത്തോലിക്കനല്ലേ? പള്ളിയും പ്രാർത്ഥനയൊന്നും ഇല്ല. ഈ പറഞ്ഞ ആളറിയില്ലേ? അറിയും. അയാളുടെ ബിസിനസ് എല്ലാം പ്രശ്നത്തിലാണെന്നാണല്ലോ കേൾക്കുന്നത്. പ്രശ്നത്തിലാണോന്നോ?
ബന്ധം പിരിയാൻ പ്രധാന കാരണം തന്നെ അതാണെന്ന് കേട്ടത്. പിന്നെ പുള്ളിക്ക് 10 വർഷം പഴക്കമുള്ളൊരു പ്രണയം ഉണ്ടായിരുന്നു. ആ കല്യാണം എന്തോ കാര്യം കൊണ്ട് നടക്കാതെ പോയി. അതുകൊണ്ട് ഈ കല്യാണം കഴിഞ്ഞത് മുതൽ അവർ തമ്മിലുള്ള ബന്ധം അത്ര നല്ല സുഖത്തിലല്ലായിരുന്നെന്നാണ് കേട്ടത്. ഈ 10 വർഷം പ്രേമിച്ചിട്ട് ഇവനെന്തേ കെട്ടാതിരുന്നേ? കുറേ കൂട്ടുകാരും പൂര വെള്ളമടി. ഇപ്പം ആരുമില്ലെന്നാണ് കേട്ടത്. പ്രശ്നങ്ങൾ വന്നു തുടങ്ങിയപ്പോൾ എല്ലാവന്മാരും പുള്ളിയെ തഴഞ്ഞെന്നാണ് കേട്ടത്. ഈ വെള്ളമടി കമ്പനിയല്ലേ. ദുഷ്ടനെ ദൈവം പന പോലെ വളർത്തു. എന്നിട്ട് മറന്നുപോയി. ആഹാ, ദൈവത്തിന് മറവിയുണ്ടോ? ഞാൻ മറന്നുപോയി എന്നാ പറഞ്ഞേ. എന്താ ഇത്ര സീരിയസ് ചിന്ത? ഇളന്താ ഇവിടെ? ചുമ്മാ വന്നാ അപ്പൊ ജസ്റ്റ് ഒരു സ്ട്രോൾ. എന്തു പറ്റി? ആകെ മൂഡ് ഓഫ് ആണല്ലോ. ചേച്ചിയുമേ പിണങ്ങിയോ? വിഷമങ്ങൾ പങ്കുവെക്കുന്നത് വളരെ നല്ലതാ. പുരുഷന്മാർ ആ കാര്യത്തിൽ ഞങ്ങൾ സ്ത്രീകളെ കണ്ടുപിടിക്കണം. പിണക്കമൊക്കെ വിവാഹ ജീവിതത്തിൽ പതിവല്ലേ? മൈൻഡ് യുവർ ബിസിനസ്. ഓ സോറി. ജീവിതത്തിൽ പല പ്രശ്നങ്ങളില്ലേ, അതൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കാൻ പറ്റുമോ? ബിസിനസ് പ്രശ്നത്തിലാണ്, മാരേജ് പ്രശ്നത്തിലാണ്. Time to go. See you in the evening. See ya. ഇപ്പം ഈ ലൊക്കാലിറ്റിയിൽ വേദപാഠം ക്ലാസ്സിന് വരാത്ത കുട്ടികൾ വളരെ കുറവാണ്. വെറും 1 മണിക്കൂർ ഞായറാഴ്ച കുർബാന കഴിഞ്ഞിട്ട് നമ്മുടെ പള്ളിയിൽ തന്നെ വെച്ചാൽ നമ്മുടെ കുട്ടികളെക്കുറിച്ച് ദൈവവചനം പറഞ്ഞ് പഠിപ്പിക്കുന്നു. അത്രേ ഉള്ളൂ. ഇവിടുത്തെ ആൾക്ക് ദൈവചിന്ത ഇത്ര കുറവാല്ലേ? അല്ലെങ്കിൽ ഈ മാസ്റ്റർമാരൊക്കെ എങ്ങനെയാ? ഹാ, ആള് വന്നൂലോ. 100 ആയുസാ. ഇപ്പൊ പറഞ്ഞ് നാക്കെടുത്തേ ഉള്ളൂ. എന്തോന്ന്? അല്ല, ഈ പള്ളിയിൽ പോകുന്ന കാര്യം ചേട്ടന് താല്പര്യമില്ല. ഈ ഭാര്യയും മകളെങ്കിലും വിട്ടുകൂടെ? സുഹൃത്തെ, ഇതിനു മുമ്പ് തന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ, ഈ പള്ളിയുടെയും പട്ടക്കാരുടെയും കാര്യം പറഞ്ഞുകൊണ്ട് വീട്ടിലോട്ട് കയറി വരുന്നു. അതിന് ചേച്ചി വിരോധമൊന്നും പറഞ്ഞില്ലല്ലോ. ചേച്ചിയല്ല ഇവിടെ കാര്യം തീരുമാനിക്കുന്നത്, ഞാനാ തീരുമാനിക്കുന്നത്. ചേച്ചി വിരോധം പറഞ്ഞിട്ട് കോച്ചി മിണ്ടായിരിക്കും. ചേട്ടാ, ഈ വിശ്വാസികളുടെ ഇയാൾക്കെന്താ അത്ര അരിശം? എന്തോ ബാധ കൂടിയ പോലെ. ഇതെന്തോ ശാപം കിട്ടിയ ജന്മ. വാ, നമുക്ക് പോകാം. ചേച്ചി, ദൈവകോപം. ഏത് നിമിഷവും ഒരുങ്ങിയിരുന്നോ. സാത്താനെ, ഒഴിഞ്ഞു പോവാ. ഞങ്ങൾ തന്നെ ബസ് സ്റ്റോപ്പിൽ വിട്ടാൽ മതി. സിറ്റിക്കല്ലേ പോകുന്നത്? സിറ്റിയിൽ ഡ്രോപ്പ് ചെയ്യാൻ ഏർപ്പാടാക്കാം. ഒത്തിരി പേര് സിറ്റിക്ക് പോകുന്നതല്ലേ. വേണ്ട അങ്കിൾ, പ്ലീസ്. ശേ, വെറുതെ പൈസ കളയണേ എന്തിനാ? മാഷ ഏർപ്പാടാക്കി തരും. ഇതെന്തോന്നാ കയ്യിലൊരു പൊതി? ഏയ്, അത് തിളങ്ങണ കടലാസൊക്കെ ഇട്ട് പൊതിഞ്ഞിട്ടുണ്ടല്ലോ. അതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേയാ. കാത്തിരിക്കുക. പെണ്ണും പിള്ള പറഞ്ഞ് വീട്ടിൽ വിട്ടിട്ട് വരാന്ന് പറഞ്ഞിട്ട് നീ വരാതിരുന്നതിന്
ഞാൻ പോവാണേ. എവിടെ എത്തി? ഇവിടെ Two minutes, please. വരൂ സംസാരിക്കാം. കള്ളം പറഞ്ഞാൽ വീണ്ടും പറയേണ്ടി വരും. 10 വർഷം പ്രേമിച്ചിട്ടും കല്യാണം നടക്കാതെ പോയ എൻ്റെ കാരണക്കാരൻ ചേട്ടനാണെന്ന് എനിക്കറിയാം. ഞാനാണ് ഈ കത്ത് അയച്ചതെന്ന് മറ്റാരെങ്കിലും അറിഞ്ഞാൽ ഈ രഹസ്യം ഞാൻ രാഹുൽ ചേട്ടനോട് പറഞ്ഞു കൊടുക്കും. ശണ്ട കൂടാനോ ഭീഷണിപ്പെടുത്താനോ അല്ല എൻ്റെ ഉദ്ദേശം. ഐ ആം ഹിയർ ടു ഹെൽപ്പ്. എന്താണ് പ്രശ്നം? ടീനേജ് ഐഡൻറ്റിറ്റി ക്രൈസിസ്. എനിക്കറിയാം ഈ പ്രായത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഈ കത്തിൻ്റെ പിന്നിൽ എന്താണെന്ന് മനസ്സിലാകുന്നില്ല. സൗണ്ട്സ് ലൈക്ക് ഫ്രം എ ഫ്രസ്ട്രേറ്റഡ് സോഷ്യലിസ്റ്റ്. എനിക്കറിയില്ല. ഐ എം കൺഫ്യൂസ്ഡ്. പപ്പയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കും. കത്ത് തന്നേക്കൂ. പോയിക്കോളൂ. ഞാനാണ് ഈ കത്ത് അയച്ചതെന്ന് എങ്ങനെ മനസ്സിലായി? ഐ റീഡ് പീപ്പിൾ. രാഹുലിൻ്റെ കല്യാണം മുടങ്ങിയത് ഞാൻ കാരണമാണെന്ന് ആരാണ് പറഞ്ഞത്? ഫൈൻഡ് ഔട്ട് ഇഫ് യു ക്യാൻ. എനിക്കിന്ന് സ്റ്റീഫൻ സ്ക്രീനിൽ പോകണം. എന്നെ ഒന്ന് ഡ്രോപ്പ് ചെയ്യണേ. സോറി, പറ്റില്ല. അയ്യോ അങ്ങനെ പറയല്ലേ പ്ലീസ് പ്ലീസ് പ്ലീസ്. ചക്കരയല്ലേ, എൻ്റെ ബർത്ത്ഡേയാ. ഒരു ഫേവർ. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദി ഡേ. താങ്ക് യു. തീർത്തൊന്ന് കഴിയിട്ട് പുറകെ പോയിരുന്നുള്ളൂ. ഓക്കെ. രാവിലെ കസേര കളിയാ. ഞാൻ ഇയാളെ ഹേർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. ലെറ്റ്സ് ഗോ. ഓക്കെ. യു സോ ടച്ചി. തൊട്ടാവാടി. വാട്ട്? ദേഹത്തൊന്ന് കൈ തൊട്ടേരാണ് ഇത്ര ഡയലോഗ്? 21ാം നൂറ്റാണ്ടിലേക്ക് സ്വാഗതം. സി, ഐ എം എ മാരിഡ് മാൻ. എന്നെക്കാളും 10-12 വയസ്സിന് താഴെയുള്ള ഒരു പെൺകുട്ടിയിൽ നിന്നൊരു ഫ്ലർട്ടീഷ്യസ് ബിഹേവിയർ ഐ കനോട്ട് അപ്രൂവ് ഓഫ് ഇറ്റ്. I like you. I like you too. I love you. അതെ, സിറ്റിക്ക് ഒരാളും കൂടെ ഉണ്ട് കേട്ടോ. No, 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 no. I'm okay. ഞാൻ സിറ്റിയിലല്ല പോന്നെ. ഹാപ്പി ബർത്ത്ഡേ അഞ്ജലി. അപ്പോൾ ഇതാണോ ബർത്ത്ഡേ ഫ്രണ്ട്? അപ്പോൾ സമ്മാനം കൊടുക്കുന്നില്ലേ? Many, many happy returns of the day. Thank you. ഇവർക്ക് ദല്ലാള് പണിയുണ്ടോ? നായകനെന്താ വിട്ടു പോകുന്നേ? ദേ പാമ്പ് മാനത്ത് നോക്കി എങ്ങോട്ടാണാവും? എനിക്കതില് ആ ചേട്ടാ, നിന്നേ ഒരു കാര്യം പറയാനാ. ഒരു കാര്യം പറയാനല്ലേ ചേട്ടൻ എന്തിനാ ഓടുന്നേ? എന്ത് കാര്യം?
ഗുണമുള്ള കാര്യത്തിനല്ലേ ചേട്ടാ? എന്ത് ഗുണം? ഒരു ഗുണമുള്ള കാര്യത്തിനാ. വണ്ടി കയറ്. ചേട്ടൻ എന്തിനാ പേടിക്കുന്നേ? ഒന്നുമില്ല, അതിൽ നമ്മൾ ആർക്ക് മലയാളികളല്ലേ. പിന്നല്ല, ഇങ്ങോട്ട് വന്നേ. നീ ക്രിസ്ത്യാനിയാണോ? പിന്നെ ഇത് ക്രിസ്ത്യാനി പള്ളിയിലൊന്നും കാണാറില്ലല്ലോ. ഞാൻ ചേട്ടനെ കാണാറുണ്ടല്ലോ. ആളത്ര ശരിയല്ല. അതൊക്കെ നമുക്ക് പറഞ്ഞു തീർക്കാവുന്നുള്ളതേ. വാന്നേ. എനിക്ക് വേണ്ട, ഞാൻ കഴിക്കാറില്ല. അങ്ങോട്ട് പിടിപ്പിക്കുന്നേ. ഈയുടെ കൂടെയുള്ള മറ്റേ പുള്ളി ഉണ്ടല്ലോ, എന്തുവാ അയാൾ എന്തിനാ എപ്പോഴും ഇയാളായിട്ട് ഇങ്ങനെ പേടിപ്പിക്കുന്നേ? ആളുകളുടെ ഇടയിൽ വെച്ച് ചേട്ടനെ സ്ഥിരമായിട്ട് കളിയാക്കാറുണ്ടല്ലോ. ചേട്ടൻ എന്തിനാ ഇങ്ങനെ നിന്ന് കൊടുക്കുന്നേ? ഓക്കെ. വഴിയിൽ മർദ്ദനമേറ്റ് കിടന്ന വഴിയാത്രക്കാരന് സഹായവും പരിചരണവും ഏകിയത് ആരാണ്? അൽമായൻ, വൈദികൻ, സമറിയക്കാരൻ. പറയ്, ആരാണ് സഹായിച്ചത്? ഞാൻ പറയാം, സമറിയക്കാരൻ. ശരി, ഇനി അടുത്തത്. ഈ ഉപമയുടെ പൊരുളെന്താണ്? എന്താണ് ഈ ഉപമ പഠിപ്പിക്കുന്നത്? രണ്ടു തവണ കട്ടിയാലിയൊക്കെ മനസ്സിലായില്ലേ? ഇപ്പൊ ശല്യപ്പെടുത്തരുതെന്ന്. Shut up, you bastard. Who are you? You bastard. Pig. Dog. Bastard. ഞാൻ പറയാം, ശത്രുവിനെ സ്നേഹിക്കുക. ഇംഗ്ലീഷ് തെറി പറയാനൊക്കെ അറിയാലോ. English no problem. I talking English. Suit coat people coming home. I talking English long time. എന്തോ ആ ഫ്രണ്ട് വന്നിരുന്നോളൂ. ചോദിക്ക്. അതിന് ഇംഗ്ലീഷല്ലേ പറയുള്ളൂ, പാമ്പ്. ചേട്ടാ, ഈ രാഹുൽ ദിവസവും രാഹുൽ അഞ്ജലി കാർ ഡൂയിങ് വാട്ട്? What? Talk English. Rahul. ആ Listen. Joseph Smith, last messenger. Book of Mormon, last Bible. Jesus in the Bible, in the Book of Mormon, in the Bible also. Understand?
ഇറങ്ങുന്നില്ലേ? What do you really want? I'm 22 years old and I'm still a virgin. I don't want to be like that. What do you mean? ഏതൊരു പുരുഷനും മനസ്സിലാവുന്ന ഭാഷയിലാണ് ഞാൻ പറഞ്ഞത്. ഇയാളുടെ ഫോൺ. ഞാൻ തപ്പുമായിരുന്നു, വണ്ടിയിൽ വീണുപോയി. പോവാണോ? ചായ കുടിച്ചിട്ട് വേണ്ട പോ. വേണ്ട. എന്താ ഇത്ര പേടി? എന്ത് പേടി? അല്ല, എന്തോ പേടി ചോടിപ്പോകുന്ന പോലെ. ഒരു ചായ കുടിക്കുന്നതിന് എന്താ? എന്താ ഇത്ര മസിൽ പിടിച്ചിരിക്കുന്നത്? പതുക്കെ കുടിച്ചാ മതി. ഞാൻ പോവാ. See ya. Good morning. So, ഇന്നെങ്ങോട്ടാണ് പോകേണ്ടത്? അല്ല, ഇന്നലെ പറഞ്ഞില്ലേ വേറെ എവിടെയാണ് പോകണമെന്ന്? I can drop you anywhere you want. കോളേജിലേക്കാ? Unless you want to take me somewhere else. Well, I cannot take you anywhere public. Anywhere private is okay with me. Well, my house is the only private place I own. Good enough? കുടിക്കാൻ എന്തെങ്കിലും? What do you have? Tea, coffee, juice, And wine. please.
ടോയ്ലറ്റ്? Upstairs. Nice bedroom. Please sit. മുതിർന്നവരെ ചേട്ടാ എന്ന് വിളിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇയാൾക്കൊരു കത്ത് വന്നില്ലേ? അതയച്ചത് ഞാനാ. മുടിയെ നീട്ടി കുറച്ച് ഇംഗ്ലീഷ് സംസാരിച്ചാലൊന്നും സംസ്കാരം ഉണ്ടാവില്ല. അതിന് വിദ്യ അഭ്യസിക്കണം, നല്ല കുടുംബത്തിൽ ജനിക്കണം. ജനിച്ച നാട് സംസ്കാരവും മറക്കുന്നവർ പെറ്റമ്മേ മറക്കുന്നവരാ. കാതലില്ലാത്ത വർഗം. ഒരു കോന്തം പരിഷ്കാരി. ഇയാൾ എന്താ ഓർത്തേ? ഇയാളെ കണ്ട് മോഹിച്ച് ഞാൻ പുറകെ കൂടിയതാണെന്നോ? ഇയാളെയൊക്കെ ആരാടോ പ്രേമിക്കുക? വെറുപ്പാണ് എനിക്ക്. പുഴു പിടിച്ച പട്ടിയോട് തോന്നുന്ന അറപ്പ്. വെറുതെ അല്ല കാമുകി ഇയാൾ ഇട്ടിട്ട് പോയത്. അതിന് ഇയാൾ ഒരു തെറ്റും ചെയ്യാത്ത എന്റെ പപ്പയെ തല്ലി. എന്നെ അറിയോ? അറിയാതിരിക്കാൻ വഴിയില്ലല്ലോ. ആ, കണ്ടിട്ടുണ്ടെങ്കിലും നേരിട്ട് പരിചയപ്പെട്ടിട്ടില്ല. വിശദമായി പരിചയപ്പെടാം. എൻ്റെ പേര് രാഹുൽ. തൊഴിൽ കള്ളുകൂടി. ഒരു ദിവസം ഒരു കുപ്പി വെച്ച് കുടി. അത് പിന്നെ അറിയാവുന്ന കാര്യമാണല്ലോ. പത്ത് വർഷമായിട്ടുണ്ടായിരുന്ന സ്നേഹബന്ധമാടൂ. ആ കല്യാണമായി ഇയാളെ മുടക്കിയത്. ക്ഷമിക്കണം, ആരുടെയും കല്യാണം മുടക്കാൻ ഇറങ്ങി പുറപ്പെട്ട ആളൊന്നുമല്ല ഞാൻ. ഇയാളല്ലേ വിളിച്ചു പറഞ്ഞത് ഞാനൊരു കുടിയനാണെന്ന്? ഞാൻ വിളിച്ചു പറഞ്ഞതൊന്നുമല്ല. പെൺകുട്ടിയുടെ വീട്ടുകാർ എൻ്റെ പരിചയക്കാരായതുകൊണ്ട് അവരെന്നോട് വിളിച്ചന്വേഷിച്ചു. എനിക്ക് രാഹുലിനെ പരിചയമില്ലാത്തതുകൊണ്ട് ഞാൻ രാഹുലിൻ്റെ ഒരു സുഹൃത്തിനോട് അന്വേഷിച്ചു. അയാൾ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പെൺകുട്ടിയുടെ വീട്ടുകാരെ അറിയിച്ചു. അത്രേ ഉള്ളൂ. ആരെ വിളിച്ചാണ് ഇയാൾ എന്നെ കുറിച്ച് അന്വേഷിച്ചത്? ക്ഷമിക്കണം, അതെനിക്ക് പറയാൻ കഴിയില്ല. കൊല്ലം കഴിയുന്ന സ്റ്റേറ്റിലാണ് ഞാൻ. ഐ ഡോണ്ട് കെയർ എ ഡാം. പറയടോ, ആരെയാ താൻ വിളിച്ചു പറഞ്ഞത്? നിങ്ങൾ എന്നെ എന്നാ ചെയ്താലും എന്നെ വിശ്വസിച്ച ഒരാളെ ഞാൻ ചതിക്കില്ല. ദയവായി എന്നെ ഉപദ്രവിക്കരുത്. അറിഞ്ഞുകൊണ്ട് ആർക്കും ഒരു ആപത്ത് വരാൻ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. ഒരു കളവ് ഞാൻ പറഞ്ഞിട്ടുമില്ല. ഇതിനാ ഞാൻ ഈ ബെഡ്റൂം വരെ കയറി വന്നത്. നാണക്കേടിന്റെ വേദന എന്താണെന്ന് ഇയാൾ അറിയണം. ആരുടെയെങ്കിലും മുന്നിൽ ആത്മാഭിമാനം പൂർണ്ണമായി നഷ്ടപ്പെട്ട് ഒരടിമയെ പോലെ തോൽവി സമ്മതിച്ച് ദയവായി ഇനി എന്നെ ഉപദ്രവിക്കരുത് എന്ന് യാചിച്ച് നിൽക്കുന്ന ഒരവസ്ഥ.
ഇതെല്ലാം ഞാൻ ഇതിൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഭാര്യ ഒന്ന് ഇങ്ങോട്ട് വന്നോട്ടെ. ചെകുത്തൻ്റെ പ്രലോഭനത്തിൽ പെട്ടുപോയി. മാഷ് ക്ഷമിക്കണം. ഇന്ന് കണ്ടപ്പോൾ ചെപ്പക്കുറ്റിക്ക് ഒന്ന് തരണമെന്ന് തോന്നിയതാ, പിന്നെ വേണ്ടെന്ന് വെച്ചു. എവിടെ ഉണ്ടല്ലോ ഈ പാമ്പുകൾ? എവിടേക്കാ? എന്താ തിരക്കാണോ? അതെ. എന്നാൽ സമയം കളയണ്ട, ഒരു 15 യൂറോയും എടുത്തോ. പള്ളി പെരുന്നാളാ, ഒരു സിംഗിൾ പിരിവ് 15 യൂറോയേ ഉള്ളൂ. ഇത്തവണ നാട്ടിൽ നിന്ന് മുത്തുക്കൂടെയൊക്കെ വരുത്തിയിട്ടുണ്ട്. പള്ളിപ്പിരിവിന് ഇറങ്ങിയിരിക്കുക ടീമുകൾ. ക്ഷമിക്കണം, പെരുന്നാൾ ഞാനില്ല. അതെന്തീ? ഞാൻ ഈ നാട്ടിൽ വന്നത് പെരുന്നാൾ കൂടാനല്ല. പെരുന്നാളിന് കൂടണമെന്നുള്ളപ്പോൾ ഞാൻ നാട്ടിൽ പോയി കൂടിക്കോളാം. There are two kinds of immigrants. Those who leave home because they wanted to and those who leave home because they had to. ഒരു ആവറേജ് മലയാളി രണ്ടിലും പെടില്ല. പുള്ളിക്ക് കുടികേറി താമസിക്കണം, എന്നാൽ ജന്മനാട് വിടാനും വയ്യ. ഫലമോ എവിടെ പോയാലും പുള്ളി സ്വന്തം നാടും പോയി കെട്ടിക്കൊണ്ടുപോകും. പെരുന്നാളുകളും പഞ്ചായത്തുകളും പാർട്ടി പൊളിറ്റിക്സും. അയാളെന്താ ഈ പറഞ്ഞേ? എനിക്കൊന്നും മനസ്സിലായില്ല. നിരീശ്വരവാദിയാ? തേ മാർച്ചുകാര്. ഇയാളുടെ കൂട്ടുകാരല്ലേ, അങ്ങോട്ട് നോക്കണ്ട. അമാർക്കെന്താ ഇവിടെ കാര്യം? ആ പുള്ളി മാർച്ചുകാരനാ? ഇത് അതിലും വിഷം കൂടിയ ഇനമാ. അതെന്ത് ഈനാ? അതല്പം കോംപ്ലിക്കേറ്റഡാ. പപ്പ ഓഫീസിലാണോ? അല്ല. റിനി ഇവിടെ വരികയോ വിളിക്കുകയോ ചെയ്തിട്ടില്ല ഇതുവരെ. എന്താ പ്രശ്നം? എനിക്കറിയില്ല. നാട്ടിലേക്ക് വരാനൊക്കുമോ ഇപ്പോ? ബുദ്ധിമുട്ടാണ് പാപ്പ, ഇപ്പോഴൊന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഞാൻ പിന്നീട് വിളിക്കാം പാപ്പ. ശരി.
മനുഷ്യനിലെ മൃഗത്തിന് വിരുന്നൊരുക്കുന്ന ഒരു വ്യവസ്ഥിതി. മൃഗങ്ങളെപ്പോലെ ഇമ്പൾസിന് അടിമകളായി മനുഷ്യൻ നിലനിൽപ്പിന് വേണ്ടി മത്സരിക്കുന്നു. ക്യാപിറ്റലിസം കാട്ടിലെ നിയമത്തിൽ വ്യവഹരിക്കുന്നു. കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഇടതുപക്ഷ അനുഭാവിയായിരുന്നെന്ന് കേട്ടു. ആയിരുന്നു. ഇപ്പോൾ അഭിപ്രായം മാറി സോഷ്യലിസം പൂർണ്ണമായും ശരിയാണെന്ന് വിശ്വസിക്കുന്നില്ല. അതത്രേ ഉള്ളൂ. 100% ശരിയാണെന്ന് ഇവിടെ ആരും വാദിക്കുന്നില്ല. പക്ഷേ കാര്യം അതല്ല. ഇന്ന് ലോകത്ത് നടക്കുന്ന എല്ലാ കുഴപ്പങ്ങൾക്കും പിന്നിൽ മതമാണ്. ഈ ആളുകൾക്ക് മതങ്ങളുടെ പേരിലുള്ള സംഘടിത സ്വഭാവം അത് പ്രശ്നമുണ്ടാകും. ഇവിടെ കുറെ ആളുകളുണ്ട് പള്ളി അമ്പലം എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പിടിക്കാൻ I നടക്കുന്നു. don't fall into a group very easily. ഞാനൊരു പക്ഷത്തുമില്ല. ആരും പൂർണ്ണമായും ശരിയാണെന്നോ തെറ്റാണെന്നോ ഞാൻ വിശ്വസിക്കുന്നുമില്ല. ഐ എം എ സെൻട്രിസ്റ്റ്. പള്ളിക്കാരും പാർട്ടിക്കാരും എനിക്ക് ഒരുപോലെയാണ്. അപ്പോൾ ഒറ്റയ്ക്ക് നിൽക്കാനാണ് താല്പര്യം. ആരും വേണ്ട. ഒറ്റ എന്തോ ഒരു പേര് പറഞ്ഞു, സയൻറ്റിസ്റ്റാ? സെൻട്രിസ്റ്റ് എല്ലാത്തിൻ്റെയും സെൻറ്റർ നോട്ടം ഇടുന്നയാളാ. സെൻറ്ററിന് മാത്രം നോക്കി പിടുത്തം ഇടുന്നയാൾ. നോയൽ കാണാറില്ലല്ലോ ഇപ്പം. അത് പാർട്ട് ടൈം ജോബും കോളേജിൻ്റെ ഇടയിലും ബിസി ആയിരിക്കുക. എന്നാലും എന്തിയേ അഞ്ജലി ഇപ്പം ഒട്ടും കാണാറില്ലേ? വല്ലപ്പോഴും കാണാറുണ്ട്. ഞാൻ നോയലിനോട് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? നോയലിനോട് ആയതുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത്. ഈ പ്രായത്തിലുള്ള മറ്റു കുട്ടികളെ പോലെ അല്ല നോയൽ. നോയൽ രാഹുലിനെ അറിയില്ലേ, ബിസിനസ് ചെയ്യുന്ന? അറിയും. അഞ്ജലിക്ക് രാഹുൽ ഈയിടെയായിട്ട് ലിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. അതേക്കുറിച്ച് വല്ലതും അറിയോ? കണ്ടിട്ടുണ്ട്. അവർ തമ്മിൽ എങ്ങനെയാണ്? ഫ്രണ്ട്സാണോ അതോ വേറെ എന്തെങ്കിലും? എനിക്കറിയില്ല അങ്കിൾ. ഇത് ഞാൻ നോയലോടായതുകൊണ്ടാണ് ചോദിക്കുന്നത്. ഫ്രാങ്ക്ലി എനിക്കറിയില്ല. ഇനി അറിയെങ്കിലും ഐ കനോട്ട് സേ. അതെന്താണ് മോനെ അങ്ങനെ? ഇത് അഞ്ജലിയുടെ നന്മയ്ക്ക് വേണ്ടിയാണ് അങ്കിൾ മോനോട് ചോദിക്കുന്നത്. ഐ ഡോണ്ട് നോ. ഇത് അഞ്ജലിയുടെ പേഴ്സണൽ മാറ്ററാണ് ആൻഡ് ഷീസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് മൈൻ. ഐ കനോട്ട് ബിട്രേ ഹർ ട്രസ്റ്റ്. ബട്ട് പ്രശ്നം എനിക്കറിയില്ല. ഒരാൾക്ക് നന്മ അപരന് ദോഷമായി ഭവിക്കുന്നു. 10 വർഷം സ്നേഹിച്ചിരുന്ന 2 ഹൃദയങ്ങളെ അകറ്റാൻ ഞാൻ കാരണക്കാരനായി. എല്ലായ്പ്പോഴും എല്ലാവർക്കും ശരിയായി ഭവിക്കുന്നത് എന്താണ്? ആ ശരിയുടെ സ്വഭാവം എന്താണ്? എനിക്കൊരു ലിഫ്റ്റ് തരാമോ? സോറി പറ്റില്ല. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടായിരുന്നു. ഇവിടെ നിന്ന് പറഞ്ഞോളൂ. ഇവിടെ നിന്ന് പറയാൻ പറ്റില്ല, വണ്ടിക്കകത്തിന് സംസാരിക്കാം. 10 വർഷം പ്രേമിച്ചു എന്ന് പറഞ്ഞ ആളെ അത്രയ്ക്ക് ഇഷ്ടമായിരുന്നോ? എന്നിട്ട് എന്ത് പറ്റി? സോറി, ആ ബെഡ് വിരിച്ചിടുന്ന സീൻ ആലോചിച്ച് ചിരിച്ചു പോയതാ. ഈ ആണുങ്ങളല്ലേ ഇങ്ങനെയാണോ? സോറി, എനിക്ക് അല്പം നിൽക്കുന്നുണ്ട്. ഓക്കെ, സംഭവിച്ചെല്ലാം പപ്പയോട് പറഞ്ഞാലോ എന്ന് ആലോചിക്കായിരുന്നു ഞാൻ. 9 മണിക്ക് എനിക്കൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ സമയം കളയുന്നില്ല, ഞാൻ ഇറങ്ങിയേക്കാം. പ്ലീസ്. താങ്ക് യു. നീ ഉറങ്ങിയില്ലേ? ഇല്ല. നീ ഇരുന്നു, പപ്പ വെറുതെ വന്നേ ഉള്ളൂ. മോനെ അന്ന് ചോദിച്ച MTയുടെ കഥകൾ കൊണ്ടുവന്നിട്ടുണ്ട്, തരട്ടെ? ഇപ്പൊ വേണ്ട, ഞാൻ പിന്നെ എടുത്തോളാം. പപ്പ പഠനത്തെ പറ്റി ഒന്നും ചോദിക്കാറില്ല. എല്ലാം നന്നായി പോകുന്നുണ്ടെന്ന് വിശ്വസിക്കാണ് കേട്ടോ. നിനക്ക് കോളേജിലൊക്കെ സമയത്തിന് ചെല്ലാൻ കഴിയുന്നുണ്ടോ? കുഴപ്പമില്ല. ആ, ബസ് ഇഷ്ടം പോലെ ഉണ്ടല്ലേ? ബസ്സുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ ആരുടെങ്കിലും ലിഫ്റ്റ് കിട്ടും. അങ്ങനെ ലിഫ്റ്റും കിട്ടാറുണ്ടോ? അതാരാ ലിഫ്റ്റ് തരുന്ന? അങ്ങനെ ഒരാളെന്നില്ല, ചിലപ്പോഴൊക്കെ ഉള്ളൂ. നാളെ കുറച്ച് നേരത്തെ പോണം, ഉറക്കം വരുന്നു.
എന്നാ ശരി, മോൾ ഉറങ്ങിക്കോ. ലൈറ്റ് ഓഫ് ചെയ്തേക്കട്ടെ? വേണ്ട, ഞാൻ ഓഫ് ചെയ്തോളാം. ശരി. മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ കഴിയാത്തതാണോ എനിക്ക് ചുറ്റുമുള്ള ലോകം അപരിചിതമാകുന്നത്? ഞാനൊന്ന് റെക്കോർഡ് ചെയ്ത് ഓഡിയോ ഇതിലുണ്ട്, ഡിലീറ്റ് ചെയ്തോളൂ. Sorry. Okay. ഈ 2 വർഷത്തിനിടയിൽ ഇയാൾ അറിയാതെ എന്തെങ്കിലും കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇത് പറ, എന്തെങ്കിലും ഞാൻ മറച്ചു വെച്ചിട്ടുണ്ടോ? എന്തെങ്കിലും കേട്ടാൽ അത് സത്യമാണോ എന്ന് അന്വേഷിക്കണം. വിവാഹ ജീവിതമാകുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവാം. പറഞ്ഞു തീർക്കാവുന്നതിൽ വലുതായിട്ട് എന്ത് പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്? നിക്ക് ഫോൺ കട്ട് ചെയ്യരുത് ദയവായിട്ട്. ഹലോ, അവസാനമായിട്ട് ഞാൻ ഒന്നുകൂടെ പറയുകയാണ്, തെറ്റുകൾ തിരുത്താം. ഞാൻ എന്തിനും തയ്യാറാണ്. ഒന്നുകൂടെ ചിന്തിച്ചു നോക്ക്. ഇല്ല പറയുന്ന കേക്ക്. ഹലോ പറയുന്നത് ഹലോ.
Oh, you! What do you want? What the heck do you want? What do you want? I'm sorry. Why are you after me? What do you want? എനിക്കറിയില്ല. അറിയില്ല? എന്നെ വെറുതെ വിട്. Just piss off from my life. എനിക്ക് പറ്റുന്നില്ല. ഇവനാ പെങ്കൊച്ചിനെ കയറി പിടിച്ചു. അടിക്കടാ അവനെ. ഞങ്ങൾ അവൻ്റെ വീട്ടിൻ്റെ മുന്നിലുണ്ട്. മോളെ വിളിച്ചോ? എടുക്കുന്നില്ലേ? കരഞ്ഞോണ്ട് ഇറങ്ങി ഓടുകയായിരുന്നു. സംഭവം നടന്നിട്ട് കുറച്ച് നേരമായുള്ളൂ. നോട്ടം കണ്ടില്ലേ? മത്തക്കണ്ണൻ. We are in love. ഞങ്ങൾ ഇഷ്ടത്തിലാണ്.
എവിടെയാ? ദാ ഇവിടെ താഴേക്ക് നോക്ക്. എവിടെ പോവാ? Catch me if you can. I'm sorry. I'm not in love. ഇരുമ്പുപൊടി തുണി ചുറ്റി ഞാൻ വണ്ടിയുടെ ഡിക്കിയിലിട്ടിട്ടുണ്ട്. അത് വെച്ച് 4 നില പെടപടയ്ക്കണം. ചോര വന്നാലേ ഇവിടെ പ്രശ്നമുള്ളൂ. ഇവനൊക്കെ നല്ല ഇരുട്ടടി തന്നെ. അടിപിടിക്കൊന്നും പോകേണ്ട കാര്യമില്ല. കാര്യങ്ങൾ സമാധാനമായിട്ട് പറഞ്ഞു തീർക്കാവുന്നതേ ഉള്ളൂ. ആരുടെയെങ്കിലും മധ്യസ്ഥതയിൽ. വേണമെങ്കിൽ ജോണച്ചനെ വിളിക്കാം. ജോണച്ചനാകുമ്പോൾ കാര്യങ്ങളൊക്കെ അച്ഛനൊക്കെ പറയേണ്ട. പേരൊന്നും വേണ്ട. മോളെ, പപ്പ പ്ലീസ്, എനിക്ക് കുറച്ച് നേരം ഒറ്റയ്ക്ക് ഇരിക്കണം. ആ അവിടെ എന്താ സംഭവിച്ചെന്നൊന്ന് ചോദിച്ചു നോക്ക്. നീ രാഹുലുമായി ഇഷ്ടത്തിലാണോ മോളെ? സാരമില്ല മോളെ, പപ്പ പിന്നെ വരാം. കുഴപ്പമൊന്നുമില്ലെന്നേ.
നമ്മൾ ചുമ്മാതെ തെറ്റിദ്ധരിച്ചതാ. അവിടെയൊന്നും സംഭവിച്ചിട്ടില്ല. ഹാ, ആ പെങ്കൊച്ച് കുതിര ഓടുന്നത് ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതല്ലേ. It's a part-time job, but the guy should be responsible and authentic. ഈ അൽഗുലത്തെ പയ്യന്മാരൊന്നും വേണ്ട. ഓക്കെ. നോയൽ, ഓ എനിക്കറിയാം. ഓഫീസിൽ വന്ന് എന്നെ ഒന്ന് കാണാൻ പറയൂ. ഓക്കെ. Everything is just fine. Thanks, Ashok. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് തന്നെ വേണം. ഇല്ല സിറ്റിസൺഷിപ്പ് എടുത്തിട്ടില്ല. ഉടനെ തന്നെ ജോയിൻ ചെയ്യേണ്ടതാ. ഈ ദിവസങ്ങളിൽ തന്നെ കുട്ടി നാട്ടിലെത്തും. അതെ മകളാണ്. ഹോസ്റ്റൽ അക്കോമഡേഷൻ വേണം. ഏതായാലും ഞാൻ പിന്നെ വിളിക്കാം. എന്തെങ്കിലും കൈക്കൂലിയോ വല്ലതും വേണമായിരുന്നെങ്കിൽ കൊടുക്കാമെന്ന് പറയത്തില്ലായിരുന്നോ? അതൊക്കെ അവർ നോക്കിക്കോളും. നമുക്ക് കൊച്ചിനെ എങ്ങനെയെങ്കിലും കയറ്റിവിടാൻ നോക്കാം. ഞാൻ രാഹുലിനോടൊന്ന് സംസാരിക്കട്ടെ. അയാളോട് എന്തിനാ സംസാരിക്കാൻ പോകുന്നേ? നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ ഇവൻ്റെയൊക്കെ കൈയും കാലും തല്ലി ഒടിക്കാമായിരുന്നു. മോളെ നാട്ടിലോട്ട് പറഞ്ഞു വിട്ട് കഴിഞ്ഞ് അതിൻ്റെ പുറകെ രാവിലെ നാട്ടിലോട്ട് പോയാലോ? എനിക്ക് ഈ ലോകത്ത് ഒരാളെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ.
അതെന്നെ തന്നെ. ഇയാളാണ് എനിക്കത് മനസ്സിലാക്കി തന്നത്. യു ഹെൽപ്പ് മീ റിയലൈസ് മൈ സെൽഫ്. ഒരുപാട് നാളുകൾക്ക് ശേഷം ഇന്നലെ ഞാൻ നന്നായിട്ടൊന്ന് ഉറങ്ങി. ഞങ്ങൾ കൃത്യസമയത്ത് ചേട്ടൻ്റെ വീട്ടിലെത്തിക്കോളാം. ശരി. ഏയ്, ഞങ്ങളാരോടും പറഞ്ഞിട്ടില്ല. ഓക്കെ. മറ്റവന്മാരുടെ വണ്ടിയിലാണ് പോകുന്നത്. ഞാൻ പറയുമ്പോൾ ഇയാളങ്ങ് വായിച്ചേച്ചാൽ മതി. ഇതെവിടെന്നാ? ഏതാ ഈ മാസിക? അതൊന്നും ഇപ്പോൾ ഇയാൾ അറിയണ്ട. ഞാൻ പറഞ്ഞ ഭാഗം ഇയാളങ്ങോട്ട് വായിച്ചാൽ മതി. അത് ഞാൻ വായിച്ചോളാം. സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടു. അവന്മാർക്ക് ശരിക്കും അങ്ങ് കൊള്ളും. ഇയാൾക്ക് മനസ്സിലാവുന്നുണ്ടോ? എനിക്കറിയില്ല. സ്നേഹിക്കാൻ എനിക്കറിയില്ല. പക്ഷെ സ്നേഹിക്കുന്ന ഒരാൾ ചെയ്യുന്നത് എന്തും അതേ ഇൻറ്റൻസിറ്റിയോടെ ചെയ്യാൻ എനിക്ക് കഴിയും. കാരണം ഞാൻ ഇയാളെയും ഇയാളുടെ വികാരത്തെയും ബഹുമാനിക്കുന്നു. ലവ് വേഴ്സസ് റെസ്പെക്ട്. യു ആർ സീക്കിംഗ് ഇൻറ്റിമസി ആൻഡ് റൊമാൻസ് ഈസ് നോട്ട് ദ ഓൺലി വേ ടു ഇറ്റ്. Are you happy? I think I am. I have a few things to confess. പറഞ്ഞോളൂ. I lied to your wife that you made sexual advances to me even before we met. അത് സാരമില്ല. ആ തെറ്റ് ഞാൻ പിന്നീടാണെങ്കിലും ചെയ്തല്ലോ. Do you want to know who told Papa that you are a drunkard? അറിയണ്ട. പറഞ്ഞയാൾ സത്യമല്ലേ പറഞ്ഞുള്ളൂ. ഇങ്ങനെ പോയാൽ അടുത്ത് തന്നെ ഒരു പുണ്യവാളനായി തീരും. മാറ്റങ്ങൾ എപ്പോഴും നല്ലതല്ലേ? Are you sure you never felt any romantic feelings towards me? Not even for a moment. എനിക്കറിയില്ല. I seem confused on this point where romance and sex meet. ഇയാൾക്കത് മനസ്സിലാവില്ല. What happened between you and your girlfriend for 10 years? Mutual respect.
ലവ് ഫോർ മീ ഇസ് പൊസസീവ്നെസ് ആൻഡ് ഓണർഷിപ്പ് മേ ബി. എനിക്കറിയില്ല. എന്തേ പെട്ടെന്ന് ഇംഗ്ലീഷ് സംസാരിക്കണം? മാറ്റങ്ങൾ എപ്പോഴും നല്ലതല്ലേ? മുതിർന്നവരെ ചേട്ടാന്ന് വിളിക്കണം. വെരി ഗുഡ്. നമ്മുടെ കാര്യം ഇനി എന്താണ്? We have formed an eternal bond, haven't we? Ever been in love? Yes. Would you die for her? Yes. It's a part-time sales job. Connections are very important. You're selected. When you'll be able to start? Anytime you want. മോള് പറയുന്നത് അങ്ങനെ കണ്ണു അടച്ചൊന്നും വിശ്വസിക്കണ്ട ചേട്ടാ. ഈ പ്രായത്തിലുള്ള പിള്ളേരല്ലേ. അവിടെ ഒന്നും നടന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ സമ്മതിക്കത്തില്ല. ദയവ് ചെയ്ത് ഒറ്റയ്ക്ക് പോയി സംസാരിക്കാൻ നിങ്ങൾ എന്നെ അനുവദിക്കണം. നിങ്ങളിവിടെ ഇരുന്നാച്ചാൽ മതി. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ ഞാൻ നിങ്ങളെ വിളിച്ചോളാം. ഞങ്ങൾ വന്നാൽ തന്നെ ഞങ്ങളൊന്നും സംസാരിക്കുന്നില്ല. മാഷ് അങ്ങ് സംസാരിച്ചാൽ മതി. 4 ആളെ കണ്ടാൽ അവനൊരു പേടി ഉണ്ടാവുള്ളൂ. അല്ലെ അവൻ വിളച്ചിലെടുക്കും. എനിക്ക് സംസാരിക്കണം. ഐ റിയലി വോണ്ട് ടു ടോക്ക് ടു യു. ഒരു സമൂഹത്തിൽ സാധാരണയായി കഴിവുള്ളവരും ആ കഴിവിൽ വിശ്വാസമുള്ളവരും വ്യക്തിഗത ചിന്താധാരയിലേക്ക് ആകൃഷ്ടരാവുകയും പൊതുവെ ക്യാപിറ്റലിസം, ഇൻഡിവിജ്വലിസം, ലിബറലിസം പോലുള്ള തത്വങ്ങളിൽ വിശ്വാസമർപ്പിക്കുകയും ചെയ്യുമ്പോൾ താരതമ്യേന ഒരു പക്ഷേ കുറച്ച് കഴിവ് കുറഞ്ഞവരും സ്വന്തം കഴിവിൽ അത്ര കണ്ട് വിശ്വാസമില്ലാത്തവരും കൂടുതലും ആകൃഷ്ടരാകുന്നത് കളക്റ്റീവിസം, സോഷ്യലിസം പോലുള്ള പ്രത്യയശാസ്ത്രങ്ങളോടാണ്. ചുരുക്കി പറഞ്ഞ കമ്മ്യൂണിസ്റ്റുകാരൊക്കെ പൊട്ടന്മാരാന്നാ, കഴിവില്ലാത്തവർ. മിണ്ടായിരിയടാ, ഒരു ബുദ്ധിജീവി വന്നിരിക്കുന്നത് കഴുത. Sometimes I just don't understand you. Me neither. What? I don't understand myself most of the time. But this is true. This is my true feelings. അനങ്ങിപ്പോരുത്. ആളൊരു ചൂടനാണല്ലോ. ഇത് വായിക്കുമ്പോൾ മുഴുവൻ വായിക്കണ്ടേ? ബാക്കി ഞാൻ വായിക്കാം കേട്ടോ. പാശ്ചാത്യ രാജ്യങ്ങളിൽ ആളുകൾ സ്വന്തം കഴിവുകളിൽ വിശ്വസിക്കുന്നവരാകയാൽ
പൊതുസമൂഹത്തിൽ ഇൻഡിവിജ്വലിസ്റ്റുകളുടെ എണ്ണം വളരെ കൂടുതലാണ്. കൂട്ടായ്മയുടെയും ബന്ധങ്ങളുടെയും കുറവ് ഇവരെ ജീവിതത്തിൽ ഒരു ഒറ്റയാൻ സ്വഭാവക്കാരാക്കുന്നു. ലിബറലിസത്തിലും വ്യത്യസ്തതയിലും വിശ്വസിക്കുന്ന ഈ കൂട്ടരുടെ അതീവ വ്യത്യസ്തത തേടലാണ് മിക്കവാറും പാശ്ചാത്യ സമൂഹത്തെ വേട്ടയാടുന്ന രതി വൈകൃതങ്ങളിലും മറ്റും കൊണ്ടെത്തിക്കുന്നത്. വന്നു. ആ കയറട്ടെ കയറട്ടെ, അകത്ത് കയറിയിട്ടിറങ്ങാം. ആ വരൂ വരൂ, അകത്തേക്ക് വരൂ. ചേട്ടാ ക്ഷമിക്കണം, അന്ന് ഞാൻ വല്ലാത്തൊരു മൂഡിലായിരുന്നു. വരൂ, അകത്തേക്ക് വരൂ. എന്താ കുടിക്കാൻ എടുക്കേണ്ടത്? വിരുന്നിന് വന്നതല്ല. നീ അങ്ങനെ രക്ഷപ്പെട്ടു എന്ന് വിചാരിക്കണ്ട. ബലാത്സംഗ ശ്രമത്തിന് പോലീസിൽ കേസ് കൊടുക്കും. ചേട്ടൻ ഇപ്പോഴും എന്നോട് അരിശമുണ്ടല്ലോ. ഞാൻ അടിച്ചാൽ വേണം, ചേട്ടൻ എന്നെ വേണമെന്ന് അടിച്ചോളൂ. അരിശം അങ്ങ് തീരട്ടെ, അടിച്ചോളൂ. രാഹുൽ, എൻ്റെ മകൾക്ക് എന്നും ഉണ്ടായിരുന്ന താല്പര്യമാണ് നാട്ടിൽ പോയി പഠിക്കുക എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ എൻ്റെ മകളെ നാട്ടിൽ വിട്ട് പഠിപ്പിക്കുവാൻ തീരുമാനിച്ചു. തമ്പച്ചേട്ടൻ എന്തിനാണ് എന്നോട് പറയുന്നത്? അഞ്ജലിയോട് പറ. എൻ്റെ അറിവനുസരിച്ച് അഞ്ജലിക്ക് ഇപ്പം നാട്ടിൽ പോകാൻ യാതൊരു താല്പര്യവുമില്ല. അതെന്താ? പെങ്കൊച്ചിനെ നാട്ടിൽ വിടാൻ തീരുമാനിച്ച് ഞങ്ങൾ വിട്ടിരിക്കും. അതിനെ എതിർക്കാൻ ശ്രമിക്കുന്ന ആരായാലും അവൻ പിന്നെ നേരെ പോയി നടക്കത്തില്ല. എന്നാ പിന്നെ നാട്ടിൽ വിടാമെന്ന് ശ്രമിച്ചു നോക്ക്. അടിച്ചോളാൻ പറഞ്ഞട്ടാ. അവിടെ ഭയങ്കര അടി നടക്കുക. ഞാൻ വീട്ടിൽ പോകട്ടോ, ഒന്ന് പറഞ്ഞേരെ.
എക്സ്ക്യൂസ് മീ, എന്തിയേ? എവിടേക്കായി പാട്ടും പാടി? സ്വർഗത്തിലേക്ക് പോരുന്നോ? കൈ കത്തുണ്ടല്ലോ. ആർക്കാ? ദൈവത്തിനാ. കളിയാക്കണ്ട. ഞാൻ ഇപ്പം രാഹുലിൻ്റെ വീട്ടിൽ നിന്നാണ് വരുന്നത്. ഉം. അന്ന് കൊച്ച അവൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടണുണ്ടല്ലോ. എന്താ അവിടെ സംഭവിച്ചേ? എന്തിനാ ഈ വല്ലവരെയും പേഴ്സണൽ കാര്യങ്ങളിൽ ഇടപെടുന്നത്? അതിനെ ചൊല്ലി ഇവിടെ നിറച്ച് പ്രശ്നങ്ങളാ. എന്ത് പ്രശ്നങ്ങൾ? പ്രശ്നങ്ങൾ പലതും ഉണ്ട്. അതൊക്കെ കുട്ടികളോട് പറയാൻ പറ്റുമോ? കൊച്ചിനെ കുറച്ച് നാളത്തേക്ക് നാട്ടിലേക്ക് വിടാനാണ് ഞങ്ങളുടെ പരിപാടി. ആരെയും ഞങ്ങളിവിടെ മുതിർന്നവരൊക്കെ ഉണ്ട് കാര്യങ്ങൾ തീരുമാനിക്കാൻ. കുറച്ച് ദിവസം ഇവിടുന്ന് മാറി വയ്ക്കുമ്പോൾ ഈ രസമൊക്കെ താനേ മാറിക്കോളും. നിന്റെ പോലുള്ള വിഷം ഇവിടെ എല്ലാവർക്കും ആവത്താ. സുഹൃത്തെ, നിങ്ങളൊക്കെ ജീവിക്കുന്ന 25 വർഷം പഴക്കമുള്ള കേരളത്തിലാണ്. ഒന്ന് കണ്ണു തുറന്ന് നോക്ക. നിങ്ങളെല്ലാം നിങ്ങളൊക്കെ ജീവിക്കുന്ന 21ാം നൂറ്റാണ്ടിലെ യൂറോപ്പിലാണ്, അല്ലാതെ അട്ടപ്പാടിയിലല്ല. രാഹുൽ, ദേവി ഇതെന്റെ മകളുടെ കാര്യത്തിൽ ഒരു തീരുമാനം പറയണം. 18 വയസ്സ് കഴിഞ്ഞ ഒരു പെൺകുട്ടിയോടുള്ള എൻ്റെ ബന്ധം ഏത് തരത്തിലുള്ളതാണെന്ന് എനിക്ക് ആരോടും വിശദീകരിക്കേണ്ട കാര്യമില്ല, ഇൻക്ലൂഡിങ് ഹെയർ ഓൺ ഫാദർ. അശോക്, ഇവിടെ ഒരു പ്രശ്നമുണ്ട്. പറ്റിയ ആളോടാ പറയുന്നത്. ദയവായി നിങ്ങളൊന്ന് അടങ്ങ്. ചേട്ടനൊന്ന് മാറിത്തരോ, ഈ പ്രശ്നം ഞങ്ങൾ പരിഹരിച്ചു തരാം. ഇല്ല, ഈ പ്രശ്നത്തിന്റെ പരിഹാരം ഞാൻ തന്നെ കണ്ടോളാം. അശോക്, നിങ്ങൾ രാഹുലിന്റെ അടുത്ത സുഹൃത്തല്ലേ? ദയവായി ഇത് നിങ്ങൾ രാഹുലിനെ പറഞ്ഞത് മനസ്സിലാക്കണം. സ്ലോ, പീസ്, എമോഷൻ, റിലിജൻ, സോഷ്യലിസം എല്ലാം ഒരു വശത്ത്. ഫാസ്റ്റ് ഫ്രീഡം തിങ്കിങ് മറുവശത്ത്. സ്ത്രീ ഒരു വശത്ത്, പുരുഷൻ മറുവശത്ത്. രാത്രി, പകൽ. നിർത്തടാ നിന്റെ തത്വശാസ്ത്രം. ഇവനെ ഒന്നും ശരിയാക്കേണ്ടത് ഇങ്ങനെയല്ല. ഇതിനുള്ള പരിഹാരം ഞാൻ തന്നെ കണ്ടോളാം. തോമസ് റെജി ഇതിൽ ഇടപെടണ്ട. തോമസ് റെജി ഇപ്പൊ തന്നെ ഇവിടുന്ന് ഇറങ്ങിപ്പോണം. I don't know why I'm talking to you in English, but I must say this. I am not going anywhere, Papa. I might leave the rest of my life in this country. എനിക്ക് 22 വയസ്സായി. I can take care of myself. പപ്പയെ ഒരു രീതിയിലും വിഷമിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. I just need some space and privacy. I don't have much of a choice. എനിക്ക് വേണമെങ്കിൽ പപ്പയുടെ മമ്മിയുടെ ആഗ്രഹത്തിനൊത്ത് എൻ്റെ ഇഷ്ടങ്ങളെ ആഗ്രഹങ്ങളെ മൂടി വെച്ച് ജീവിക്കാം. അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന ജീവിതം തിരഞ്ഞെടുക്കാം. ഒരു ജീവിതമേ എനിക്കുള്ളൂ. അത് ഞാൻ പപ്പയ്ക്കും മമ്മയ്ക്കും വേണ്ടി ജീവിച്ചാൽ പിന്നെ എപ്പോഴും ഞാൻ എനിക്ക് വേണ്ടി ജീവിക്കുക?